ഇനി കോഴിക്കോട്ടേക്കാണ്. അവിടെ നഗരഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം വൻ സുരക്ഷാ ഭീഷണിയിലാണ്. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിന്റെ വരാന്തയിലൂടെയാണ് വിദ്യാർത്ഥികൾ ദിവസേന നടക്കുന്നത്. നിലംപതിക്കാറായ കെട്ടിടം പൊളിച്ചുമാറ്റണമെന്ന ആവശ്യമുന്നയിച്ച് PTA പ്രസിഡന്റ് അടക്കം കോർപ്പറേഷനിൽ പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഈ അലംഭാവത്തിന്റെ അനാസ്ഥയുടെ മറ്റൊരു പ്രതീകമായി മാറുന്നു. ഈ കോഴിക്കോട് കോർപ്പറേഷൻ പല കാര്യങ്ങളിലും ഇങ്ങനെയാണല്ലോ. തീപിടുത്തം ഉണ്ടായപ്പോഴും നമ്മൾ കണ്ടതാണ് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടം. ഇതിപ്പോൾ സ്കൂൾ, കുരുന്നുകൾ വരുന്ന ഇടമല്ലേ? തീർച്ചയായും കൃഷ്ണ, പ്രശ്നങ്ങൾ സംഭവിച്ചതിന് ശേഷം മാത്രമാണ് ഈ കോർപ്പറേഷൻ അധികാരികളുടെ ഒരു മേൽനോട്ടം ഉണ്ടാവാറ് എന്ന് തന്നെയാണ്. ഈ സിസ്റ്റത്തിന്റെ പ്രശ്നം ഒക്കെ പറയുന്നത് പോലെ ഈ 2016-17 കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സ്കൂൾ കെട്ടിടം പണികഴിപ്പിച്ചത്. ഈ കെട്ടിടത്തിലാണോ ഓഫീസ് മുറിയും ലാബും ക്ലാസ് മുറികളും ഒക്കെ തന്നെയും ഈ പ്രവർത്തിച്ചിരുന്നത്. ഈ വിള്ളലും ചോർച്ചയും അനുഭവപ്പെട്ടതോടുകൂടി ഈ ക്ലാസ് മുറി അടക്കം ആ കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ PTA നേതൃത്വത്തിൽ മാറ്റുകയായിരുന്നു എന്ന് തന്നെയാണ്. ഈ ഫിറ്റ്നസ് പരിശോധനയിൽ ഉൾപ്പെടെ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കെട്ടിടം പൊളിച്ചു നീക്കണം എന്നൊരു കാര്യം കോർപ്പറേഷനോട് ഉൾപ്പെടെ നിരവധി തവണ ഇവിടുത്തെ PTA ഭാരവാഹികൾ ഉൾപ്പെടെ അറിയിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്ന പരാതിയാണ് നിലവിൽ ഉയർന്നു വരുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയും കണ്ടു. ഏത് നിമിഷവും, അതായത് ശക്തമായ ഒരു കാലവർഷമാണ് ഇനി വരുന്നത്. അത്തരത്തിലൊരു മഴ വന്നാൽ ഏത് നിമിഷവും ആ കെട്ടിടം നിലം പതിക്കാവുന്നതേയുള്ളൂ. അത്തരത്തിൽ കെട്ടിടം നിലം പതിക്കുകയാണെങ്കിൽ നിരവധി കുട്ടികളാണ്, വിദ്യാലയം മുറ്റമാണ്. അപ്പോൾ അവർ ഓടിക്കളിക്കുകയും അവരോട് പറയുന്നതിനൊക്കെ തന്നെ പരിമിതികളുണ്ട്. ഒരു പ്രശ്നം വന്നതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള കോഴിക്കോട് നഗരഹൃദയത്തിലെ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടവും വലിയ സുരക്ഷാ ഭീഷണിയിലാണ്. ഈ വാർത്തയ്ക്ക് നമുക്ക് വരും മണിക്കൂറിൽ വിശദമായി എടുക്കേണ്ടി വരും. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.